Good afternoon once again. ഒരു ക്ലാസ്സും കൂടിയും കാര്യം 5 അവർ ഉള്ളതാണ്. അതുകൊണ്ട് ഒരു ക്ലാസ്സും കൂടിയും പ്രാക്ടിക്കൽ ക്ലാസ് ഓർഗാനിക് പ്രാക്ടിക്കൽസിൻ്റെ തിയറി ഒരു ക്ലാസ്സും കൂടി ഒരു അരമണിക്കൂർ. നമ്മൾ രാവിലെ പറഞ്ഞു നിർത്തി കൊടുത്ത് ഞാൻ ആരംഭിക്കുകയാണ്. രാവിലെ പറഞ്ഞത് എൻ്റെ ഓർമ്മ ബോർഷസ് റിയേജന്റ് ടെസ്റ്റ് പറഞ്ഞു നിർത്തിയ ഷിപ്സ് റിയേജന്റ് ടെസ്റ്റിലാണ് അവസാനിപ്പിച്ചത്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം. ഞാൻ സ്ലൈഡുകൾ എടുക്കുകയാണ്. ഓക്കെ, ആക്ഷൻ ഓഫ് ടോളൻസ് റിയേജന്റ്. അപ്പോൾ അത് പറയണമെങ്കിൽ ആദ്യം എന്താണ് ടോളൻസ് റിയേജന്റ് എന്ന് പറയേണ്ടി വരും. ടോളൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് എന്നാണ് നമ്മൾ പറയാം. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്, അതിലെ ആക്റ്റീവ് സ്പീഷി ഒരു കോംപ്ലക്സ് ആണ്. AgNH3 ട്വൈസ് സ്ക്വയർ ബ്രാക്കറ്റ് പ്ലസ് OH എന്ന് പറയുന്ന ഒരു സ്പീഷിയാണ്. അതായത് അതിൽ മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ് എന്നും പറയും. മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ് ടെസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുക. A little of the substance is boiled with 1 ml of tolerance reagent on a water bath. ഇതാണ് ടെസ്റ്റ്. അപ്പോൾ ടോളൻസ് റിയേജന്റ് എന്താണെന്ന് ഞാൻ പറയുമായിരുന്നു. ഈ ടോളൻസ് റിയേജന്റ് നമ്മൾ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ അത് നല്ല വിലയാണ്, എളുപ്പം കേടായി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇൻസിറ്റു പ്രിപ്പറേഷൻ നടത്തുകയാണ് ചെയ്യുക. എന്താ ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ ആവശ്യമുണ്ടോ അവിടെ നമ്മൾ ടോളൻസ് റിയേജന്റ് പ്രിപ്പയർ ചെയ്യും. ടെസ്റ്റ് ട്യൂബിൽ ചെറിയൊരളവ് പ്രിപ്പയർ ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുക. മനസ്സിലാക്കാന്ന് വിചാരിക്കണം. അപ്പം ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഉണ്ടാവും, AgNO3 അവിടെ ലാബിൽ വെച്ചിട്ടുണ്ട്. അതൊരു 1 ml AgNO3 സൊല്യൂഷൻ എടുക്കും. എന്നിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കും. ഏതാ? സോഡിയം ഹൈഡ്രോക്സൈഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൽ ഈ നല്ല ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് അതിൽ ഫോം ചെയ്യും. അത് നല്ല ഭാരമുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യും. മേലുള്ള സൊല്യൂഷൻ ഫിൽട്ടർ ചെയ്ത് മാറ്റും, അല്ലെങ്കിൽ ഊറ്റി കളഞ്ഞാൽ മതി, ഡീകാൻഡ് ചെയ്യാന്ന് പറയും. എന്നിട്ട് അതിലേക്ക് അമോണിയ ഹൈഡ്രോക്സൈഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ഒഴിച്ച് അത് ഡിസോൾവ് ചെയ്യിക്കണം. മിനിമം ക്വാണ്ടിറ്റി അമോണിയ ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്യും. എങ്ങനെ ചെയ്യാം? ഈ പ്രസിപ്പിറ്റേറ്റിലേക്ക് ഒരു ഡ്രോപ്പ് അമോണിയ ഹൈഡ്രോക്സൈഡ് ഒഴിക്കും, ഷേക്ക് ചെയ്യും. അടുത്തൊരു ഡ്രോപ്പ് ഒഴിക്കും, ഷേക്ക് ചെയ്യും. ഏത് പോയിന്റിൽ ഈ സൊല്യൂഷൻ ക്ലിയർ സൊല്യൂഷൻ ആവണം അവിടെ നിർത്തും. മിനിമം ക്വാണ്ടിറ്റി അമോണിയ ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്യും. ആ സാധനമാണ് ടോളൻസ് റിയേജന്റ്. അതിൽ ആക്റ്റീവ് സ്പീഷി മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ് എന്നോ AgOH എന്നൊക്കെ നമ്മൾ വിളിക്കും. അതാണ് ആക്റ്റീവ് സ്പീഷി. അതിൽ നമ്മൾ ഈ കോമ്പൗണ്ട്, നമ്മുടെ കോമ്പൗണ്ട് അൺനോൺ കോമ്പൗണ്ട് എടുത്ത് ബോയിലിംഗ് വാട്ടർ ബാത്തിൽ ഒരു 10 മിനിറ്റ് ചൂടാക്കും. ഇതിലൊഴിച്ച് വെച്ച് ബോയിലിംഗ് വാട്ടർ ബാത്തിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ഡാർക്ക് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റോ ഒരു ബ്രൈറ്റ് സിൽവർ മിറർ കിട്ടിയാൽ പ്രസൻസ് ഓഫ് ആൽഡിഹൈഡ്സ് ഓർ റെഡ്യൂസിങ് ഷുഗറാണ്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഗ്ലൂക്കോസിനാണ് ഈ ടെസ്റ്റ് കിട്ടുക, റെഡ്യൂസിങ് ഷുഗർ. നമുക്ക് ലാബിലുള്ള ആൽഡിഹൈഡ് ബെൻസാൽഡിഹൈഡ് ആണ്. അത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് ആയിട്ട് പേരിൽ പക്ഷേ ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടുള്ളൂ. കൃത്യമായിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഗ്ലൂക്കോസിന് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഈ ബ്രൈറ്റ് സിൽവർ മിറർ കിട്ടും. അതൊക്കെ ഞാൻ ലാബിൽ നിന്ന് ടെസ്റ്റ് കാണിച്ചു തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് കാണിച്ചതിന് ശേഷം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുള്ളൂ. തൽക്കാലം തിയറി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ കെമിസ്ട്രി നമുക്ക് നോക്കാം. നോക്കൂ, ഒരു ആൽഡിഹൈഡ് ടോളൻസ് റിയേജന്റിലെ AgNH3 OH എന്ന് പറയുന്ന സ്പീഷി, ഇത് കോംപ്ലക്സ് ആണ്. AgNH3 ട്വൈസ്, അതൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. OH സ്ക്വയർ ബ്രാക്കറ്റ് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ ആൽഡിഹൈഡും ഈ പറയുന്ന മോയിസ്റ്റ് സിൽവർ ഓക്സൈഡും കൂടി റിയാക്ട് ചെയ്ത് മെറ്റാലിക് സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ മെറ്റാലിക് സിൽവർ നല്ല ബ്രൈറ്റ് സിൽവർ മിററായിട്ട് കൂട്ടി. ഒപ്പം ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് ആസിഡിൻ്റെ സോൾട്ട് ആവും. അമോണിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആവും. അമോണിയയുടെ എവല്യൂഷൻ ഉണ്ടാവും. അത് ഹോട്ട് അറ്റ്മോസ്ഫിയറിലായാലും നമുക്ക് സ്മെല്ല് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല, നമ്മൾ നോക്കാറുമില്ല. അത്ര സ്മെല്ല് കിട്ടില്ല. കാരണം നമ്മൾ ഡിറ്റക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നല്ല ടെസ്റ്റ്, നല്ല ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ടെസ്റ്റാണിത്. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ടെസ്റ്റാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പ്യൂരിറ്റി അതിനകത്തുണ്ടെങ്കിൽ ടെസ്റ്റ് ആൻസർ ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ഈ ടെസ്റ്റ് നടത്താൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബാണ് നിങ്ങൾ എടുക്കേണ്ടത്. ക്ലീൻ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ സോപ്പ് കിട്ട് വാഷ് ചെയ്ത് നല്ലോണം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ടെസ്റ്റ് ആൻസർ ചെയ്യും. അപ്പോൾ നമ്മൾ ആൽഡിഹൈഡാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് കളയും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടെസ്റ്റിലേക്ക് പോകണം. ആക്ഷൻ ഓഫ് ഫില്ലിംഗ് സൊല്യൂഷൻ.
A little of the solution is boiled with equiproportional mixture of filling solution A and filling solution B on a water bath. ടെസ്റ്റ് എങ്ങനെ ചെയ്യാം? രണ്ട് ഫില്ലിംഗ് സൊല്യൂഷൻ ഉണ്ട്. ഫില്ലിംഗ് സൊല്യൂഷൻ എ എന്ന് പറയും, ഫില്ലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറയും. ഇതിൽ ഫില്ലിംഗ് സൊല്യൂഷൻ എ എന്ന് പറയുന്നത് റോച്ച്ലി സോൾട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ സിസ്റ്റമാറ്റിക് നെയിം ഇതാണ്, സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് എന്ന് പറയാം. കാരണം ഡൈകാർബോക്സിലിക് ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. അതിലെ ഒരു ആസിഡ് സോഡിയം സോൾട്ട് വെച്ചും സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചും മറ്റൊരു ആസിഡ് ഗ്രൂപ്പ് ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചും ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സഡ് സോൾട്ടാണ് കിട്ടുക. സോഡിയം പൊട്ടാസ്യം മിക്സഡ് സോൾട്ട് ടാർട്ടാറിക് ആസിഡിൻ്റെ ആ അതിനെ വിളിക്കുക നമ്മൾ റോച്ച്ലി സോൾട്ട് എന്ന് പറയാം. ഈ റോച്ച്ലി സോൾട്ടാണ് ഫില്ലിംഗ് സൊല്യൂഷൻ എ. ഫില്ലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്, ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആണ്. മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും കൂടി 1:1 റേഷ്യോയിൽ മിക്സ് ചെയ്താൽ 1/2 ml ഫില്ലിംഗ് സൊല്യൂഷൻ എയും 1/2 ml ഫില്ലിംഗ് സൊല്യൂഷൻ ബിയും മിക്സ് ചെയ്താൽ നല്ല ഡീപ്പ് ബ്ലൂ കളർ അതിൽ ഫോം ചെയ്യും. ഈ ഡീപ്പ് ബ്ലൂ കളർ ഉണ്ടാകുന്ന കാരണം എന്താ വെച്ചാൽ അത് ഈ കോപ്പറിൻ്റെ ഈ റോച്ച്ലി സോൾട്ടായിട്ടുള്ള കോംപ്ലക്സ് ഫോം ചെയ്യുന്നതാണ്. അത് ഒരു ടെട്രാഹീഡ്രൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്ലാനർ, കോപ്പർ മിക്കവാറും സ്ക്വയർ പ്ലാനർ കോംപ്ലക്സുകളാണ്, അല്ലെങ്കിൽ ചുരുക്കം ടെട്രാഹീഡ്രലും ഉണ്ട്. ഒരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആണ് ആ സാധനം. അതായത് ഫില്ലിംഗ് സൊല്യൂഷൻ എയും ബി കൂടി മിക്സ് ചെയ്താൽ കോപ്പർ കോംപ്ലക്സ് ചെയ്ത് ഒരു സ്ക്വയർ പ്ലാനർ കോപ്പർ കോംപ്ലക്സ് ഉണ്ടാവും. സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ആ സ്ട്രക്ചർ വെച്ച് നമ്മൾ ആ സ്ട്രക്ചറുള്ള കോമ്പൗണ്ട് ആ കോംപ്ലക്സുമായിട്ട് നമ്മൾ ഈ നമ്മുടെ ഈ ആൽഡിഹൈഡ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഷുഗർ, മനസ്സിലായോ? ആൽഫ ഹൈഡ്രജൻ ആൽഡിഹൈഡ് ആയാലും കിട്ടും. റെഡ്യൂസിങ് ഷുഗറിന് ആൽഡിഹൈഡ് ഫോം ഉണ്ട്, ആൽഫ ഹൈഡ്രജൻ ഉള്ളതിൻ്റെ പേരിലാണ് അത് ആൻസർ ചെയ്യുന്നത്. അതിൽ ഒഴിച്ച് നമ്മൾ കോമ്പൗണ്ട് ഈ പറഞ്ഞ ഫില്ലിംഗ് സൊല്യൂഷനായിട്ട് മിക്സ് ചെയ്ത് വാട്ടർ ബാത്ത് ചൂടാക്കിയാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ആ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഷുഗറാണ്. ഓക്കെ, ഞാൻ എനിക്ക് കെമിസ്ട്രിയിലേക്ക് പോകുന്നു. നോക്കൂ, ഫില്ലിംഗ് സൊല്യൂഷൻ എ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പം ഞാൻ പറഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞ് മാറി, എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് മാത്രം. ഫില്ലിംഗ് സൊല്യൂഷൻ എ എന്നാണ് എന്ത് CuSO4 സൊല്യൂഷൻ, ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആണ് ഫില്ലിംഗ് സൊല്യൂഷൻ എ. ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് അല്ലെങ്കിൽ റോച്ച്ലി സോൾട്ട് ആണ് ഫില്ലിംഗ് സൊല്യൂഷൻ ബി. നേരത്തെ പറഞ്ഞത് മാറിയിരുന്നു. എന്തായാലും ഫില്ലിംഗ് സൊല്യൂഷൻ എ എന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ്. ഓക്കെ, സോറി. എനിവേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തുമ്പോൾ ഇക്വിമോളിക്കുലാർ മിക്സർ ഫോം ചെയ്യുമ്പോൾ റോക്സൈഡ് സോൾട്ടിന്റെ സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. നോക്കി, ടാർട്ടാറിക് ആസിഡിന്റെ സ്ട്രക്ചറിൽ ഒരു സോഡിയം സോൾട്ടും ഒരു പൊട്ടാസ്യം സോൾട്ടും ആണ് റോച്ച്ലി സോൾട്ട്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നോക്കൂ, COH ട്വൈസ് CuO ഉണ്ടാവുന്നുണ്ട്. ഈ ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ CuO ഈ റോച്ച്ലി സോൾട്ടായിട്ട് കോംപ്ലക്സ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ കോംപ്ലക്സ് ചെയ്തുകൊണ്ട് ഒരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക ഫില്ലിംഗ് സൊല്യൂഷനായിട്ട്. ഇതിലിപ്പോൾ അങ്ങനെ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചർ അത്ര ക്ലിയർ അല്ല. എനിവേ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഇപ്പുറത്തും ഈ കോപ്പറിലേക്ക് കോംപ്ലക്സ് ചെയ്യും. ഈ സ്ട്രക്ചർ എന്തോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. അത് ഡീപ്പ് ബ്ലൂ കളർ കോംപ്ലക്സ് ആണ്. ഈ ഡീപ്പ് ബ്ലൂ കളർ കോംപ്ലക്സുമായിട്ട് ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഷുഗർ നമ്മൾ റിയാക്ട് ചെയ്യിച്ചാൽ ആൽഡിഹൈഡ് ബെൻസാൽഡിഹൈഡ് റിയാക്ട് ചെയ്യും. നമുക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്യാനുള്ളത് ബെൻസാൽഡിഹൈഡ് ആണ്. ബെൻസാൽഡിഹൈഡ് ഇതിൽ റിയാക്ട് ചെയ്യില്ല, കാരണം ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതിൻ്റെ പേരിൽ. മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഷുഗറുകൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നു? റെഡ്യൂസിങ് ഷുഗറുകൾ. ഇപ്പോൾ ഗ്ലൂക്കോസ് നിങ്ങൾ വിചാരിക്കും, ഗ്ലൂക്കോസ് ഒരു ആൽഡിഹൈഡ് ഫോം, ആൽഡോസ് എന്ന് നമ്മൾ വിളിക്കുക, ആൽഡോ ഹെക്സോസ് എന്നാണ് പറയാം. ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്, ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആൽഡിഹൈഡ് ഫോമായിട്ട് റിയാക്ട് ചെയ്താൽ ഇവിടെ ക്യുപ്രസ് ഓക്സൈഡിന്റെ റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ക്യുപ്രസ് ഓക്സൈഡിന്റെ റെഡ് പ്രസിപ്പിറ്റേറ്റ് ക്ലിയർ ആയോ? ഒപ്പം നമ്മുടെ ആൽഡിഹൈഡ്, ഇപ്പൊ ഗ്ലൂക്കോസ് ആണ് റെഡ്യൂസിങ് ഷുഗർ ആണ് ഇടണമെങ്കിൽ അതൊരു കറസ്പോണ്ടിങ് ആസിഡ് ഫോം ചെയ്യും. ഇവിടെ നമുക്ക് ഗ്ലൂക്കോണിക് ആസിഡ് ഉണ്ടാവുക. സ്ട്രക്ചർ ഉണ്ട്. ഞാൻ പ്രസന്റേഷൻ ഇട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ ഓർമ്മ ഞാൻ ഉണ്ടാക്കിയപ്പോഴത് ഇട്ടിട്ടുണ്ടെന്ന് ഓർക്കില്ല. സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. സ്ട്രക്ചർ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. ഇതാ നോക്കി, ഇതേതാ? ഗ്ലൂക്കോസിൻ്റെ
എന്താ പറയുക, പൈറാനോ സ്ട്രക്ചറാണിത്. സൈക്ലിക് ആയിട്ടുള്ള റിങ് ടൈപ്പ് സ്ട്രക്ചർ, പൈറാനോ സ്ട്രക്ചർ. ഗ്ലൂക്കോ പൈറാനോസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഇതിന് CH2OH, CHO ആൽഡിഹൈഡ് ഫോം. ഗ്ലൂക്കോസിൻ്റെ 6 കാർബൺ ആറ്റം, 1 2 3 4 5 6. ഇങ്ങനെയുള്ള ഗ്ലൂക്കോസായിട്ട് ഈ ഓപ്പൺ ചെയിൻ ഫോമിൽ ആവശ്യത്തിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഈ റിംഗ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ വരും. ഈ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ എന്താ പറയുക, ടാർട്ടാറിക് ആസിഡിന്റെ കോപ്പർ കോംപ്ലക്സ് ആയിട്ട് ആൽക്കലൈൻ മീഡിയത്തിൽ റിയാക്ട് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ക്യുപ്രസ് ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യും. ക്യുപ്രസ് ഓക്സൈഡ് ഇതിന്റെ ഈ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ ഇതിൽ അത്ര ക്ലിയർ അല്ല, അത് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നത്. പകരം ഈ ആൽഡിഹൈഡിലെ ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡിലെ ഗ്ലൂക്കോസിലെ ആൽഡിഹൈഡ് ഫോമാണ്. ഈ ഗ്ലൂക്കോസിലെ ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്ത് നോക്കി ആസിഡ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇതിനെ ഗ്ലൂക്കോണിക് ആസിഡ് എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് റെഡ് പ്രിസിപ്പിറ്റേറ്റ് ഫോർമേഷനാണ്. ക്യുപ്രസ് ഓക്സൈഡിന് റെഡ് പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. മനസ്സിലാക്കാണ് വിചാരിക്കണം. ഇത് കുറച്ച് തിയറി ആയിട്ട് പറയുന്നു. ഇതിന്റെ സ്ട്രക്ചർ, ഈ ക്യുപ്രസ് ടാർട്ടറൈറ്റിന്റെ സ്ട്രക്ചർ ഇതിലില്ലാന്ന് തോന്നുന്നു. ഞാൻ പിന്നെ എപ്പോഴും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞോ? സൊല്യൂഷൻ. അപ്പോൾ ഈ 12ാമത്തെ ടെസ്റ്റായി. ഇനി അടുത്ത ടെസ്റ്റ്, ആക്ഷൻ ഓഫ് മോളിഷ്യസ് റിയേജന്റ്. ഈ മോളിഷ്യസ് റിയേജന്റ് അല്ലെങ്കിൽ മോളിഷ്യസ് ടെസ്റ്റ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കുക. ഈ മോളിഷ്യസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിനെ കണ്ടെത്താനാണ്. റെഡ്യൂസിങ് ആയില്ലെങ്കിലും നോൺ റെഡ്യൂസിങ് ആയില്ലെങ്കിലും നമുക്കിത് കിട്ടും. സ്റ്റാർച്ച് റെഡ്യൂസിങ് ഷുഗർ ആണോ നോൺ റെഡ്യൂസിങ് ഷുഗർ ആണോ? സ്റ്റാർച്ച് അല്ലെങ്കിൽ സെല്ലുലോസ് ഇതൊക്കെ നോൺ റെഡ്യൂസിങ് ഫോമാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് റെഡ്യൂസിങ് ഷുഗറാണ്, സുക്രോസോ നോൺ റെഡ്യൂസിങ് ഷുഗറാണ്. പക്ഷെ അതിന് ഹൈഡ്രോളിസിസ് നടത്തി 2 കമ്പോണന്റ് ആക്കിയാൽ, ഏത് കമ്പോണന്റ്, ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആക്കി തിരിച്ചാൽ അത് റെഡ്യൂസ് ചെയ്യും. സുക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗറാണ്. സുക്രോസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനില്ല, നമുക്ക് ആ ഗ്ലൂക്കോസ് ഉള്ള റെഡ്യൂസിങ് ഷുഗറായിട്ട്. കാർബോഹൈഡ്രേറ്റ് ആയാലും നോൺ റെഡ്യൂസിങ് ഷുഗർ ആയാലും സെല്ലുലോസ് ആയിട്ട് ഇത് ആൻസർ ചെയ്യണമെന്ന് തിയറി. എനിവേ ഇനി ടെസ്റ്റ് ഞാൻ പറയാം, അതിൻ്റെ കെമിസ്ട്രിയിൽ. A little of the substance in water is mixed with a few drops of alcoholic solution of alpha naphthol and then 1 ml of concentrated H2SO4 is added along the sides of the test tube. A violet ring is formed at the junction. നമുക്ക് കിട്ടേണ്ട ഒബ്സർവേഷൻ എന്താ? വയലറ്റ് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒബ്സർവേഷൻ എന്താ? A violet ring is formed at the junction. Then it can be inferred that the presence of carbohydrates. A violet ring formed at the junction indicates the presence of carbohydrates. Okay, ഇനി അതിൽ കെമിസ്ട്രിയിലേക്ക് പോകണം നമ്മൾ. നോക്കൂ, ഗ്ലൂക്കോസ് റെഡ്യൂസിങ് ഷുഗർ ആയിക്കോട്ടെ നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിട്ട്, ഇത് കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഗ്ലൂക്കോസ് എടുത്തത് മാത്രം. ഏത് കാർബോഹൈഡ്രേറ്റ് ആയാലും നമുക്ക് ടെസ്റ്റ് കിട്ടും. ഈ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ഡീഹൈഡ്രേഷൻ നടന്നാൽ അതിൽ നിന്ന് ഈ എന്താ പറയുക 5-ഹൈഡ്രോക്സിമീഥൈൽ ഫർഫ്യൂരാൽ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഫ്യൂരാൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഫ്യൂരാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും, ഫൈനൽ ഇയറിൽ പഠിക്കാനെന്നാണ് ഫ്യൂരാനൊക്കെ. അത് ഏതെങ്കിലും സെമസ്റ്ററിൽ മാറ്റുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്യൂരാൻ 6th സെമസ്റ്ററിൽ പഠിക്കാനുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഇത് 5-ഹൈഡ്രോക്സിമീഥൈൽ ഫർഫ്യൂരാൽ. ആൽഡിഹൈഡാണ് ഫ്യൂരാൽ. എയിൽ അവസാനിക്കുമ്പോൾ ആൽഡിഹൈഡാണ്. ഇത് ആൽഡിഹൈഡ് ഫോമാണ്. CHO ആണ് ഈ സാധനം. ഇവിടെ ഹൈഡ്രോക്സിമീഥൈൽ ഗ്രൂപ്പ് 5ാമത്തെ പൊസിഷനിൽ ഹൈഡ്രോക്സിമീഥൈൽ 5-ഹൈഡ്രോക്സിമീഥൈൽ ഫർഫ്യൂരാൽ ഫോം ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് കാർബോഹൈഡ്രേറ്റ് ഇൻ പ്രസൻസ് ഓഫ് concentrated sulfuric acid which is a dehydrating agent undergo dehydration to form 5-hydroxymethyl furfural. This 5-hydroxymethyl furfural reacts with alpha naphthol in presence of acid medium to form this complex. This complex has no color, not at all. I mean, there will not be any color for this complex, but in presence of acid undergo further oxidation and there will be the formation of a ketone structure, basic ketone, okay, ketone structure.
This kenon structure will absorb light from visible spectrum and appear in a different color. Say purple or violet colored dye. Purple colored dye എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. It may be violet. Okay. കെമിസ്ട്രി മനസ്സിലായി. ഇത് സ്ട്രക്ചറൊക്കെ വരച്ച് വയ്ക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവായിട്ട് ഷോർട്ട് ആൻസർ ടെസ്റ്റുകളായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ വൈവിറ്റിക്ക് ചോദിക്കും. ഇനി പരീക്ഷയ്ക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ കെമിസ്ട്രിയെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പേപ്പറിൽ എഴുതി വെക്കണം. ഓരോ കിട്ടുന്ന ടെസ്റ്റിനും ഇത് മാത്രമല്ല, ഓരോ ടെസ്റ്റിനും ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിന് അതിന് കെമിസ്ട്രി വേണം, അതിന് മാർക്കുണ്ട്. ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിന് മാർക്ക് 6 ആണെങ്കിൽ അതിന് കെമിസ്ട്രിക്ക് 4 മാർക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചറും വേണം, ഒപ്പം അതിൻ്റെ പേര് ഡീറ്റെയിൽസും കാരണം വേണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ അറിയില്ലേ, നിങ്ങൾ ഇതിൻ്റെ പേരെങ്കിലും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കുറേ മാർക്കൊക്കെ കിട്ടും. മുഴുവൻ മാർക്ക് തരുന്നില്ല എന്ന് വരും. മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകൾ. എത്ര ടെസ്റ്റ്? 13 ടെസ്റ്റ് നമ്മൾ പറഞ്ഞതിൻ്റെ ഓർമ്മയുണ്ടാവും. ഈ ടെസ്റ്റുകളൊക്കെ പഠിക്കുക. പോസിബിൾ ആയിട്ടുള്ള എന്താ പറയുക ഇൻഫറൻസുകൾ, ഒബ്സർവേഷണൽ ഇൻഫറൻസുകളൊക്കെ ഓർത്ത് വയ്ക്കുക. അതിന് കെമിസ്ട്രികൾ പഠിക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് എന്താ പറയുക കൺഫർമേഷൻ ടെസ്റ്റുകളാണ്. അത് നമുക്ക് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് കിട്ടണേ അതിൻ്റെ എന്താ പറയുക ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്. കൺഫർമേറ്ററി ടെസ്റ്റുകൾ. ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമുക്ക് ആൻസർ ചെയ്തത് അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റുകൾ നടത്തണമെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ നൈട്രജനോ ഹാലജനോ ഉണ്ടെങ്കിൽ അതിന് മറ്റ് ടെസ്റ്റുകൾക്കൊപ്പം ഈ ടെസ്റ്റും കൂടി ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ ആദ്യത്തെ, if nitrogen is found to be present, the following tests along with the tests for other functional groups are also to be done. നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് നടത്തേണ്ട കൺഫർമേറ്ററി ടെസ്റ്റുകളാണ് പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും ആസിഡ് ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റും വേറെ നടത്തണം. അതിന് കൺഫർമേഷൻ വേറെ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടിന്റെ കൺഫർമേറ്ററി ടെസ്റ്റുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ആക്ഷൻ ഓഫ് ഡൈല്യൂട്ട് NaOH സൊല്യൂഷൻ. നമ്മൾ കണ്ടിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. അത് അവിടെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതി വെച്ചാൽ മതി, ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അമോണിയ ഇവോൾവ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ പ്രസൻസ് ഓഫ് അമൈഡ്. സെപ്പറേഷൻ ഓഫ് ഓയിൽ ഫോർമേഷൻ ആണെങ്കിൽ പ്രസൻസ് ഓഫ് അനിലൈഡ്. ഇതിന്റെ കെമിസ്ട്രി പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരെണ്ണം വിട്ട് കളഞ്ഞിട്ടുണ്ട്. ഏതാ? NaOH സൊല്യൂഷൻ ഈ അസിഡിക് സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യും. സബ്സ്റ്റൻസ് ഗെറ്റ് ഡിസോൾവ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് റെലവെന്റ് അല്ല. അത് നിങ്ങൾ ആസിഡിന്റെ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് ചെയ്താൽ മതി. അതൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല. ഈ ടെസ്റ്റ് ഞാൻ പറയുന്നില്ല. അടുത്ത ആക്ഷൻ ഓഫ് സോഡ ലൈം. ഇതും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. അമോണിയ ഇവോൾവ് ചെയ്യുമ്പോൾ അമൈഡ്സോ അമൈൻസോ ആയിരിക്കും. ഇനി അമീനാണെങ്കിൽ എന്ത് കിട്ടും? അമീൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അമിനോ ആസിഡ് അനിലൈഡൊക്കെ ആവും. സോഡ ലൈം ടെസ്റ്റ് അത് നിങ്ങൾ എന്താ പറയുക ചെയ്യേണ്ടതില്ല. ടെസ്റ്റ് കോമ്പൗണ്ട് കിട്ടിയതിന് ശേഷം അത് എഴുതി ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. കാരണം ടെസ്റ്റുകളുടെ എണ്ണത്തിന് മാർക്കുണ്ടാവും. ഇപ്പോൾ ഒരു ടെസ്റ്റിന് എന്താ പറയുക സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള മറ്റ് ടെസ്റ്റുകളാണ്. അത് കുറച്ചുകൂടെ ഉറപ്പുവരുത്താനുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ അതുകൂടെ എഴുതി വെച്ചാൽ അതിന് പരിഗണന കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇതുവരെ മുൻപ് കണ്ടിട്ടില്ലാത്ത ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ബൈയൂററ്റ് ടെസ്റ്റ്. ബൈയൂററ്റ് എന്താ? ബൈയൂററ്റ് ഡയമൈഡുകൾക്ക് കിട്ടുന്ന ടെസ്റ്റാണ് ബൈയൂററ്റ് ടെസ്റ്റ്. ക്ലിയർ ആയി? അപ്പോൾ ഞാൻ കെമിസ്ട്രി പറയുമ്പോൾ എന്താ ബൈയൂററ്റ് എന്ന് മനസ്സിലാവുള്ളൂ. ടെസ്റ്റ് ഇങ്ങനെ ചെയ്യും. A little of the substance is gently heated in a dry test tube until it melts and then solidifies. ഡയമൈഡ് എന്ന് പറയുന്ന ഒരു ഡയമൈഡ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളൂ. യൂറിയ. എന്താ ഡയമൈഡ് എന്ന് പറഞ്ഞാൽ അറിയോ? 2 NH2 ഗ്രൂപ്പ് ഉള്ളത്. യൂറിയയുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയും. NH2C ഡബിൾ ബോണ്ടോ NH2 സ്ട്രക്ചർ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഈ യൂറിയ നമ്മൾ ഡ്രൈ ടെസ്റ്റ് ട്യൂബിലിട്ട് ചൂടാക്കുമ്പോൾ ആദ്യം അത് മെൽറ്റ് ചെയ്യും. പിന്നെ അത് സോളിഡിഫൈ ചെയ്യും. സോളിഡിഫൈ ചെയ്യുമ്പോൾ വെളുത്ത അതിലൊരു പ്രസിപ്പിറ്റേറ്റ് ഒരു സോൾട്ടായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. കരിക്കരുത്, സോളിഡിഫൈ നിർത്താം ഡ്രൈ ഹീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ സംഭവിക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് 2 യൂറിയ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ബൈയൂററ്റ് എന്ന് വിളിക്കുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യണേ. കെമിസ്ട്രി കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ആ റെസിഡ്യൂ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. 2-3 ഡ്രോപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. വെറുതെ ഷെയ്ക്ക് ചെയ്ത് ഡിസോൾവ് ചെയ്തോളും. പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഡൈല്യൂട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ ഒഴിക്കും. എന്നിട്ട് NaOH സൊല്യൂഷൻ ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ച് ഷെയ്ക്ക് ചെയ്യുമ്പോൾ നല്ല ബ്ലൂ കളറോ ഒരു വയലറ്റ് കളറോ ഉണ്ടാവും. ഒരു ബ്ലൂ കളറിനോട് ചേർന്നൊരു വയലറ്റ് കളറാണ് അത് ഉണ്ടാവുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഫറൻസ് പറയുന്നത് അല്ലെങ്കിൽ ഒബ്സർവേഷൻ പറയുന്നത് വയലറ്റ് കളർ എന്ന് പറയുന്നത്. ഈ വയലറ്റ് കളർ കിട്ടിക്കഴിഞ്ഞാൽ
അത് നമുക്കൊരു ഡയമൈഡിൻ്റെ ഇൻഡിക്കേഷനാണെന്ന് പറയാം. അപ്പോൾ യൂറിയയ്ക്ക് മാത്രമേ ടെസ്റ്റ് കിട്ടുള്ളൂ, മറ്റ് അമൈഡുകൾക്ക് കിട്ടില്ല. മനസ്സിലായല്ലോ? നമുക്ക് അതിൽ കെമിസ്ട്രിയിലേക്ക് പോവാം. നോക്കൂ, ഇതാണ് ബൈയൂറിയ. C+NH2NH2 യൂറിയ. അത് ഡ്രൈ ഹീറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ട്യൂബിൽ, വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിൽ, ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ ചൂടാക്കുമ്പോൾ 200 അടുത്ത് ടെമ്പറേച്ചർ ഉണ്ടാവും, 200 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ അത് രണ്ട് മോളിക്യൂൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഈ ബൈയൂററ്റ് എന്ന് വിളിക്കുന്ന 2 യൂറിയ മോളിക്യൂൾ കമ്പൈൻ ചെയ്തിട്ടുള്ള സാധനം, ഡൈമറാണ് യൂറിയയുടെ. ബൈയൂററ്റ് എന്നതിൻ്റെ പേര്. ഒരു അമോണിയ മോളിക്യൂൾ പുറത്തു പോകും. ഓക്കെ, ഒരു അമോണിയയിൽ നിന്ന് കിട്ടുന്ന പാർട്ടാണ് ഇത്, അടുത്ത അമോണിയയിൽ നിന്ന് കിട്ടുന്ന പാർട്ടാണ് ഇത്. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു NH3 പുറത്തു പോകുന്നതാണ് ഇത്. അപ്പം ഇങ്ങനെ ഈ ബൈയൂററ്റ് അത് തണുപ്പിച്ചതിന് ശേഷം, മെൽറ്റാക്കുമ്പോഴാണ്, സോളിഡിഫൈ ചെയ്യുമ്പോഴാണ് ബൈയൂററ്റ് ഉണ്ടാകുന്നത്. തണുപ്പിച്ചതിന് ശേഷം അതിൽ നമ്മൾ വാട്ടറിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നു, വെള്ളമൊഴിച്ച് ഡിസോൾവ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് 1-2 ഡ്രോപ്പ് ഡൈല്യൂട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക. ഈ കോംപ്ലക്സ് ഫോർമേഷൻ ആക്സിലറേറ്റ് ചെയ്യാണ് NaOH ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ്, കോപ്പറിൻ്റെ ഒരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഓരോ ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിലായിരിക്കും ആ കോംപ്ലക്സ് സ്ട്രക്ചർ. കോപ്പർ ഡൈപോസിറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ സെൻട്രലായിരിക്കും. ഓരോ കോർണറിൽ നിന്ന് ഓരോ ബൈയൂററ്റ് അതിലേക്ക് കോർഡിനേറ്റ് ചെയ്യും. ഇതൊരു യൂണിറ്റ്, ഇതൊരു ലിഗാൻഡാണ്. ലിഗാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു ലിഗാൻഡ്, ഇതൊരു ലിഗാൻഡ്. 4 കോർഡിനേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഒരു വയലറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും, കോപ്പർ കോംപ്ലക്സ്. ബൈയൂററ്റും കോപ്പറും കൂടിയുള്ള കോംപ്ലക്സ്. 4 ബൈയൂററ്റ് യൂണിറ്റുകൾ ലിഗാൻഡായിട്ട് വർക്ക് ചെയ്യും. കോപ്പർ ഡൈപോസിറ്റീവ് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം, അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ ആയം. അങ്ങനെ വയലറ്റ് കളർ. ക്ലിയർ ആയില്ല? ഓക്കെ. അതിൻ്റെ ആ സ്ട്രക്ചർ നോക്കിയേ, ആൽക്കലൈൻ സൊല്യൂഷനാണ് ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവുക. നോക്കിയേ, ഇതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതൊരു ബൈയൂററ്റാണ്, ലിഗാൻഡ്, അടുത്ത ബൈയൂററ്റ് ലിഗാൻഡ്, അടുത്ത ബൈയൂററ്റ് ലിഗാൻഡ്, അടുത്ത ബൈയൂററ്റ് ലിഗാൻഡ്. കോപ്പറിലേക്ക്, കോപ്പർ ഡൈപോസിറ്റീവ് അയോണിലേക്ക് കോർഡിനേറ്റ് ചെയ്ത് ഒരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഫോം ചെയ്യും. അതിൻ്റെ 2 യൂണിറ്റ് ചാർജ് ഉണ്ടാവും, കാരണം ഇതൊക്കെ നെഗറ്റീവ് യൂണിറ്റുകളാണ്. Cu2+ 2 യൂണിറ്റ് ചാർജ് ഉള്ളതാണ്. ഇതിന് ഓരോ യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ഉള്ളപ്പോൾ 2 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് കോംപ്ലക്സിന് അസൈബിൾ ഉണ്ടാവും. അതിനെ ബാലൻസ് ചെയ്യാൻ 2 സോഡിയം അയോൺ ഇപ്പുറത്ത് വരും. അപ്പോൾ സോഡിയം, ഇതിനെന്ത് പേര് വിളിക്കേണ്ടി വരും? സോഡിയം ടെട്രാ ബൈയൂററ്റോ അല്ലേ? നെഗറ്റീവ് ചാർജ്ഡ് അയോൺസിൻ്റെ പേര് എങ്ങനെ വയ്ക്കുക? സൾഫേറ്റ് ആണെങ്കിൽ സൾഫേറ്റോ, ഐഡാണെങ്കിൽ ഐഡോ, അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ടെട്രാ ബൈയൂററ്റോ, സോഡിയം ടെട്രാ ബൈയൂററ്റോ കുപ്രേറ്റ് 2 എന്നതിൻ്റെ പേര് വിളിക്കുക. നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കോളാം. ഞാൻ ഒരു ഏകദേശം ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞതാണ്. നമുക്കിത് അത്ര അത്യാവശ്യമൊന്നുമില്ല. ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ എന്താ പറയുക, ഫോമിൽ എഴുതിയാലും മതി. സ്ട്രക്ചർ വരയ്ക്കാൻ എളുപ്പമുണ്ടാകുന്ന വെച്ചിട്ട് ഞാൻ ഈ സ്ട്രക്ചർ തരുന്നത്. അടുത്തത് ആക്ഷൻ ഓഫ് നൈട്രസ് ആസിഡ്. A little of the substance is dissolved in dilute HCl, cooled in ice, and a 10% solution of sodium nitrite, NaNO2 nitrate അല്ല nitrite, was added with the shaking till excess. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സബ്സ്റ്റൻസ് എടുക്കും, നമുക്ക് നൈട്രജൻ കണ്ടൈനിങ് കോമ്പൗണ്ട് എടുക്കും, എന്നിട്ട് അതിലേക്ക് ഡൈലൂട്ട് HCl ഡിസോൾവ് ചെയ്യിക്കും. മിനിമം ക്വാണ്ടിറ്റി ഡൈലൂട്ട് HCl ഡിസോൾവ് ചെയ്യിക്കും, അത് ഐസിൽ തണുപ്പിക്കും. എന്നിട്ട് സോഡിയം നൈട്രേറ്റ് സോളിഡ് ഇട്ടാലും മതി, അല്ലെങ്കിൽ 10% സൊല്യൂഷൻ ഓഫ് സോഡിയം കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ സോഡിയം നൈട്രേറ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ നൈട്രസ് ആസിഡ് ഉണ്ടാവും. നൈട്രസ് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ HClഉം NaNO2 ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് HNO2 നേരിട്ട് ഒഴിക്കുന്നില്ല? HNO2 ഒരു വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു ആസിഡാണ്, അത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ഇൻസിറ്റ് പ്രിപ്പയർ ചെയ്യുക. എവിടെയാണ് നമുക്ക് സോഡിയം നൈട്രസ് ആസിഡ് വേണ്ട, അവിടെ സോഡിയം നൈട്രേറ്റും HClഉം കൂടി മിക്സ് ചെയ്യുമ്പോൾ അവിടെ വളരെ എളുപ്പത്തിൽ റിയാക്ട് ചെയ്തുകൊണ്ട് നൈട്രസ് ആസിഡ് ഉണ്ടായിക്കോളും. അപ്പോൾ ഈ നൈട്രസ് ആസിഡ് കോമ്പൗണ്ടായിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ട ഒബ്സർവേഷൻ ഇതാണ്: ലിബറേഷൻ ഓഫ് നൈട്രജൻ വിത്ത് ഫോർമേഷൻ ഓഫ് എ ക്ലിയർ സൊല്യൂഷൻ. ടെസ്റ്റ് ട്യൂബിൽ ഒരു ക്ലിയർ സൊല്യൂഷൻ ഫോം ചെയ്യും, അതിൽ ഇങ്ങനെ ബബിൾസ് വരും. ഏത് ഗ്യാസിനെ നമുക്കറിയില്ല, ബബിൾസ് ഉണ്ടാവും. നൈട്രജൻ്റെ ബബിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസൻസ് ഓഫ് ആലിഫാറ്റിക് പ്രൈമറി അമീൻസിൻ്റെ ഇൻഡിക്കേഷനാണത്. പക്ഷേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആലിഫാറ്റിക് പ്രൈമറി അമീൻ ഇല്ല. നമുക്കുള്ളത് അരോമാറ്റിക് പ്രൈമറി അമീൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ ഒരു ക്ലിയർ സൊല്യൂഷൻ കിട്ടും. ആവശ്യത്തിന് സൊല്യൂഷൻ ഈ HNO2 ആവശ്യമുണ്ടെങ്കിൽ ഒരു ക്ലിയർ സൊല്യൂഷൻ കിട്ടും. ഒരു സ്ലൈറ്റ് യെല്ലോയിഷ് കളർ ക്ലിയർ സൊല്യൂഷനെ കിട്ടുക. അതുണ്ടാകുന്നത്
ഇവിടെ ഡയസോട്ടൈസേഷൻ എന്ന ഫിനോമിനൻ ഉണ്ടാവും. ഒരു അരോമാറ്റിക് പ്രൈമറി അമീനും HNO2 ആയിട്ട് റിയാക്ട് ചെയ്താൽ ഡയസോണിയം സോൾട്ട് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ആ ക്ലിയർ സൊല്യൂഷൻ ഫോം ചെയ്യണത്. ഇവിടെ ഇത് അരോമാറ്റിക് കേസിൽ, അരോമാറ്റിക് പ്രൈമറി അമീൻ്റെ കേസിൽ ഈ ഡയസോണിയം സോൾട്ട് സ്റ്റേബിൾ ആയതിൻ്റെ പേരിൽ ഇവിടെ നൈട്രജൻ എവല്യൂഷൻ ഉണ്ടാവില്ല. ആലിഫാക്റ്റി ആണെങ്കിൽ നൈട്രജൻ എവല്യൂഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഈ ആലിഫാറ്റിക് ഡയസോണിയം സോൾട്ട് കോമ്പൗണ്ടുകൾ വളരെ അൺസ്റ്റേബിൾ ആണ്, പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് നൈട്രജൻ പുറത്തു വിടും. അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇൻഡിക്കേഷൻ അല്ല ഉണ്ടാവുക, പക്ഷേ ഒരു സ്ലൈറ്റ് യെല്ലോവിഷ് ആയിട്ടുള്ള ഒരു ക്ലിയർ സൊല്യൂഷൻ ഉണ്ടാവാം. ഇതിവിടെ നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നോ കാൽസ്യം ഒബ്സർവേഷൻ എഴുതി വയ്ക്കാം. പക്ഷെ അരോമാറ്റിക് ആണോ എന്ന് അടുത്ത ടെസ്റ്റിലാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഈ സൊല്യൂഷൻ, റിസൾട്ടിങ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ടെസ്റ്റ് നിങ്ങൾ ചെയ്യും. ഇതിൻ്റെ ബാക്കി ടെസ്റ്റ് വേറെ ഉണ്ട്. അത് 5ാമത്തെ ടെസ്റ്റായിട്ടോ ഇനി 4 രണ്ടാമത്തെ ടെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റാണ് ആക്ഷൻ ഓഫ് നൈട്രസ് ആസിഡ്. ഇനി അരോമാറ്റിക് പ്രൈമറി അമീൻ ആണെങ്കിൽ, അല്ലെങ്കിൽ സെക്കൻഡറി അമീൻ, ഞാൻ പറഞ്ഞെറ്റി, സെപ്പറേഷൻ ഓഫ് യെല്ലോ ഓയിൽ ആണെങ്കിൽ അതൊരു സെക്കൻഡറി അമീൻ്റെ ഇൻഡിക്കേഷനാണ്. നല്ല ഡാർക്ക് യെല്ലോ ഓയിൽ ഫോം ചെയ്യും, 2 ലെയറായിട്ട് നിൽക്കും, കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അരോമാറ്റിക് സെക്കൻഡറി അമീനുകളാണ് അത് വരിക. ഇനി റെഡിഷ് ബ്രൗൺ സൊല്യൂഷൻ ആണെങ്കിൽ പ്രസൻസ് ഓഫ് ടെർഷ്യറി അമീനാണ്. പക്ഷെ ഭാഗ്യവശാൽ ഈ BSc കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി പ്രാക്ടിക്കൽസിന് നിങ്ങൾക്ക് പ്രൈമറി അമീൻ, അരോമാറ്റിക് പ്രൈമറി അമീൻ മാത്രം ടെസ്റ്റ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഈ 2 ഒബ്സർവേഷനെ പറ്റി, അവസാനത്തെ 2 ഒബ്സർവേഷനെ പറ്റി നിങ്ങൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ സൊല്യൂഷൻ വെച്ചുകൊണ്ട് അടുത്ത ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കെമിസ്ട്രി പറഞ്ഞിട്ട് അടുത്തേക്ക് പോയാൽ പോരെ. അപ്പോൾ അടുത്തിൻ്റെ കെമിസ്ട്രി നോക്കിക്കോളൂ. നോക്കൂ, അരോമാറ്റിക് പ്രൈമറി അമീൻ HNO2 HCl. HNO2 ഏതാ? NaNO2 HCl കൂടി റിയാക്ട് ചെയ്തുണ്ടാക്കുന്ന HNO2 HCl ഉണ്ടാവും. അത് ലോ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് എക്സാക്ട് ടെമ്പറേച്ചർ പറയുക. ഇനി ഒരു 5 ഡിഗ്രി താഴെയാണെങ്കിലും റിയാക്ഷൻ നടന്നുള്ളൂ. ലോ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്ത് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഫോം ചെയ്യും. ഇതാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ഈ ആലിഫാറ്റിക് പ്രൈമറി അമീൻ ആണെങ്കിലും എന്തുണ്ടാവും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയാസോണിയം ക്ലോറൈഡ് ഉണ്ടാവും. ഇത് അൺസ്റ്റേബിൾ ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് കറസ്പോണ്ടിങ് ആൽക്കഹോളും നൈട്രജൻ ലിബറേഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞ ഒബ്സർവേഷൻ. പക്ഷേ ഈ ആലിഫാറ്റിക് പ്രൈമറി അമീനുകൾ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ, അനലൈസ് ചെയ്യാനില്ല, അല്ലെങ്കിൽ സിലബസിൽ ഇല്ല. ഈ ആദ്യത്തെ കേസ് അരോമാറ്റിക് പ്രൈമറി അമീൻ മാത്രമേ ഉള്ളൂ. നൈട്രജൻ ലിബറേഷൻ ഉണ്ടാവില്ല. ഒരു യെല്ലോയിഷ് കളർ ക്ലിയർ സൊല്യൂഷനാണ് സാധാരണ കിട്ടുക. ഇനിയാണ് ഞാൻ അടുത്ത് പറഞ്ഞത്, ഈ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ടെസ്റ്റ് ചെയ്യും. സെക്കൻഡറി അമീൻ്റെ കെമിസ്ട്രി ഞാൻ തരണ്ടല്ലോ. ഇതാണ് ആ കെമിസ്ട്രി. അതൊരു യെല്ലോ ഓയിൽ ഫോം ചെയ്യുന്നതാണെങ്കിൽ അതിൽ ഫോം ചെയ്യുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നൈട്രോസോ അമീൻ വരും. N-നൈട്രോസോ, നൈട്രജനിലെ N-നൈട്രോസോ ഗ്രൂപ്പുള്ള ഒരു അമീൻ ഉണ്ടാവും. N-നൈട്രോസോ N-മീഥൈൽ അനിലൈൻ. N-മീഥൈൽ അനിലൈൻ ആണെങ്കിൽ ഡിപ്പെങ്കിൽ ഇത് നമുക്ക് വരാത്തതിൻ്റെ പേരിൽ കൂടുതൽ കെമിസ്ട്രിയിലേക്ക് പോകുന്നില്ല. ഇനി ടെർഷ്യറി അമീൻ ആണെങ്കിൽ നോക്കിയേ, പാരാനൈട്രോസോ കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ അമീൻ്റെ NN ഡൈമീഥൈൽ അനിലീൻ എന്ന് പറയുന്ന സാധനമാണ് ഇത്. നൈട്രസ് ആസിഡും ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ലോ ഡിഗ്രി ടെമ്പറേച്ചർ റിയാക്ട് ചെയ്യുമ്പോൾ പാരാനൈട്രോസോ NN ഡൈമീഥൈൽ അനിലാണ് ഫോം ചെയ്യുക. ഇനി ആലിഫാക്റ്റിക് ആണെങ്കിൽ ഈ റിയാക്ഷൻ ഉണ്ടാവും. നമുക്ക് അനാലിസിസിന് ഇല്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നൈട്രസ് ആസിഡ് കഴിഞ്ഞ ആ ടെസ്റ്റ് വെച്ച് ആ സൊല്യൂഷൻ കളയരുത്. ആ സൊല്യൂഷൻ ഉപയോഗിച്ച് അടുത്ത ടെസ്റ്റ് ഏതാ? With the solution obtained in the previous test, the following tests are conducted. പ്രൈമറി അമീനും അരോമാറ്റിക് പ്രൈമറി അമീനും അരോമാറ്റിക് സെക്കൻഡറി അമീനും അരോമാറ്റിക് ടെർഷ്യറി അമീനും ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ ഭാഗ്യവശാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഇത് മാത്രമേ ഉള്ളൂ, അരോമാറ്റിക് പ്രൈമറി അമീൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ടെസ്റ്റ് മാത്രം ഞാൻ തരുന്നുള്ളൂ. ടെസ്റ്റ് ഇതാണ്: to one portion of the solution an alkaline solution of beta naphthol is added. നേരത്തെ പറഞ്ഞ ക്ലിയർ സൊല്യൂഷൻ, യെല്ലോയിഷ് കളർ ക്ലിയർ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സൊല്യൂഷനിലേക്ക് എന്ത് ആഡ് ചെയ്യും? ആൽക്കലൈൻ ബീറ്റ നാഫ്തോൾ സൊല്യൂഷൻ ലാബിൽ വെച്ചിട്ടുണ്ട്. ആ സൊല്യൂഷൻ അതിലേക്ക് ആഡ് ചെയ്യും. കുറച്ച് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഡയസോണിയം സോൾട്ടുകളുടെ റിയാക്ഷനാണ് കപ്ലിംഗ് റിയാക്ഷൻ. അതായത് ഈ ഡയസോണിയം സോൾട്ട് കപ്ലിംഗ് ആയിട്ട് വർക്ക് ചെയ്യും. അസോ ഗ്രൂപ്പ് വഴി വേറൊരു ആക്റ്റീവ് കോമ്പൗണ്ടുകൾ ഈ അരോമാറ്റിക് റിങ്ങുകൾ പരസ്പരം കമ്പൈൻ ചെയ്യുന്നു. അതിന് കപ്ലിംഗ് ആണ് ഈ അസോ കോമ്പൗണ്ട്. അതുകൊണ്ട് അതിന് കപ്ലിംഗ് റിയാക്ഷൻ വിളിക്കുക. അപ്പോൾ അത് വിസിബിൾ ലൈറ്റിൽ നല്ല വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഈ സബ്സ്റ്റൻസ് നല്ല ഓറഞ്ച് കളറോ നല്ല റെഡിഷ് കളറോ സ്കാർലറ്റ് കളർ പ്രസിപ്പിറ്റേറ്റോ ഒക്കെ കിട്ടും. ഒബ്സർവേഷൻ പറയുന്നത് എ സ്കാർലറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. അത് കാണിക്കുന്നത് പ്രസൻസ് ഓഫ് അരോമാറ്റിക് പ്രൈമറി അമീനാണ്.
മനസ്സിലായല്ലോ? അപ്പോൾ ഈ 2 ടെസ്റ്റ് ഒന്നിച്ച് ചെയ്യാം. ഓരോ ടെസ്റ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ടെസ്റ്റുകൾ അതുപോലെ പ്ലാൻ ചെയ്യാൻ ഇതിന് മാത്രം ഓർത്ത് പറയുന്നത് മാത്രം എങ്ങനെ ചെയ്യും? നൈട്രസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള അൺനോൺ കോമ്പൗണ്ട് ഒരു അരോമാറ്റിക് പ്രൈമറി അമീൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യണം, ഈ ആൽക്ലൈൻ ബീറ്റാ നാഫ്തോള് അടുത്ത് സൊല്യൂഷൻ ഉണ്ടാക്കി ടെസ്റ്റ് കുറച്ച് എടുത്ത് വെച്ചേക്കാം. എന്നിട്ടാണ് നിങ്ങൾ അതിലേക്ക് HCl ഡിസോൾവ് ചെയ്ത് NaNO ആഡ് ചെയ്ത് നൈട്രസ് ആസിഡ് ഉണ്ടാക്കി റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ കിട്ടും. ഐസിൽ തണുപ്പിച്ചിട്ടാണ് റിയാക്ഷൻ നടത്തുള്ളൂ. കാരണം ഹൈ ടെമ്പറേച്ചറിൽ ഈ കളറൊന്നും കിട്ടില്ല. ഹൈ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്ത് റിയാക്ഷൻ നടന്നൊരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഉദ്ദേശിച്ച ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കിട്ടും. അതുകൊണ്ട് ഈ ടെസ്റ്റുകൾ എല്ലാം വളരെ തണുപ്പിച്ചതിന് ശേഷം മാത്രം ടെസ്റ്റ് ചെയ്യാവൂ. ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ലോ ടെമ്പറേച്ചർ 0 ഡിഗ്രിക്ക് അടുത്തോ അല്ലെങ്കിൽ 5 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് താഴെയാണ് ടെസ്റ്റുകൾ കിട്ടുള്ളൂ. മനസ്സിലാക്കാണ് ഞാൻ വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു സ്കാർലറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുക. അത് പ്രസൻസ് ഓഫ് അരോമാറ്റിക് പ്രൈമറി അമീനാണ് കിട്ടുക. ഈ സെക്കൻഡറി അമീനും ടെർഷ്യറി അമീനും ഈ ടെസ്റ്റ് വെച്ച് ഈ സൊല്യൂഷൻ വെച്ച് ടെസ്റ്റുകളുണ്ട്. പക്ഷെ അത് ഞാൻ തരുന്നില്ല. കാരണം അത് നമുക്ക് അതുകൊണ്ട് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അതിൽ നമുക്ക് അനാലിസിസിനില്ല, അതുകൊണ്ട് തരുന്നില്ല. അപ്പോൾ നോക്കി, ഡയസോട്ടൈസേഷൻ കഴിഞ്ഞ് ഇതാണ് ഡയസോട്ടൈസേഷൻ സ്റ്റെപ്പ്. ഈ ഡൈഫോർമേഷൻ സ്കാർലറ്റ് പ്രസിപ്പിറ്റേറ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് പറയുന്നത് ഇതാണ് ഡയസോട്ടൈസേഷൻ സ്റ്റെപ്പ്. ഇതിൽ ഡയസോണിയം സോൾട്ട് നമ്മൾ ഉണ്ടാക്കിയ തണുപ്പിച്ച സൊല്യൂഷൻ, ക്ലിയർ സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം, അത് ആൽക്ലൈൻ ബീറ്റാ നാഫ്തോളായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതിൻ്റെ NaOHന്റെ പ്രസൻസിൽ ലോ പി എച്ച് അല്ല ഹൈ pH ഈ ബീറ്റാ നാഫ്തോളായിട്ട് റിയാക്ട് ചെയ്തത് ഈ അരോമാറ്റിക് റിങ് ഒരു കപ്ലിംഗ് വഴി അസോ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. അസോ ഗ്രൂപ്പ് ഒരു കപ്ലിംഗ് ആയിട്ട് വർക്ക് ചെയ്യും. ഈ ബീറ്റാ നാഫ്തോൾ ഈ കപ്പിൾ ചെയ്യും. അപ്പോൾ ഈ സബ്സ്റ്റൻസ് അസ് എ വോൾ വിസിബിൾ ലൈറ്റിൽ, വിസിബിൾ സ്പെക്ട്രത്തിലെ എന്താ പറയുക, ഒരു വയലറ്റ് റീജിയനൊക്കെ അബ്സോർവ് ചെയ്യും. വയലറ്റ് ബ്ലൂയിഷ് റീജിയൻ അബ്സോർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ടുള്ള ഒരു റെഡിഷ് പിങ്ക് റെഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കളർ, സ്കാർലറ്റ് കളർ എന്ന് പറയുന്നത്. ആ കളർ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? 1-ഫിനൈൽ അസോ 2-നാഫ്തോൾ. ഇതാണ് സാധനം, 2-നാഫ്തോൾ. ഇത് ഈ കോമ്പൗണ്ടിൻ്റെ പേരൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ അതിന് സ്കാർലറ്റ് കളർ കിട്ടും. ഇനി അടുത്തൊന്നാണ് കാർബിലമിൻ റിയാക്ഷൻ. അരോമാറ്റിക് പ്രൈമറി അമീനുകൾക്ക് മാത്രം കിട്ടുന്ന ടെസ്റ്റാണ്. സെക്കൻഡറി അമീനും ടെർഷ്യറി അമീനും കിട്ടില്ല. ഈ ടെസ്റ്റ് നമുക്ക് ചെയ്യാം. നോക്കൂ എങ്ങനെ ചെയ്യാന്നുള്ളത്. സബ്സ്റ്റൻസ് അരോമാറ്റിക് പ്രൈമറി അമീനിന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസ് എടുത്ത് a little of the substance is warmed with a few drops of chloroform and 2 ml alcoholic potash. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കുറച്ച് ആൽക്കഹോളിൽ 10% ആൽക്കഹോളിൽ തയ്യാറാക്കിയതാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ആൽക്കഹോളിക് പൊട്ടാഷ്യം എന്ന് വിളിക്കും. അപ്പോൾ സബ്സ്റ്റൻസ് കുറച്ച് 3-4 ഡ്രോപ്പ് ക്ലോറോഫോമും ഒരു 1-1.5 ml അല്ലെങ്കിൽ 2 ml പൊട്ടാഷ്യായിട്ട് വെറുതെ ചൂടാക്കി കൊടുത്താൽ മതി. ഉടനെ തന്നെ നമുക്ക് തല എന്താ പറയുക വിങ്ങണ പോലെയോ ഒരു ജാതി സ്മെല്ല് നയിക്കുന്നു വരിക, ഒരു ഫൗൾ സ്മെല്ല് എന്ന് പറയാം. ഒഫൻസീവ് സ്മെല്ലാണ് ഇവിടെ കാണിച്ചത്. ആൻഡ് ഒഫൻസീവ് സ്മെൽ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അത് ഒഫൻസീവ് സ്മെല്ല് ഉണ്ടാകുന്ന കാരണം കാർബിലമിൻ എന്ന് വിളിക്കുന്ന ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഫോം ചെയ്യും. ഫിനൈൽ ഐസോസൈനൈഡ് എന്നും വിളിക്കും. കാർബിലമിൻ അല്ലെങ്കിൽ ഫിനൈൽ ഐസോസൈനൈഡ് കെമിസ്ട്രിയും പറയുമ്പോൾ വിശദീകരിച്ചു. അപ്പോൾ അത് അരോമാറ്റിക് പ്രൈമറി അമീന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്ക് തന്നിട്ടുള്ള സാമ്പിള് അരോമാറ്റിക് പ്രൈമറി അമീൻ എന്നാണ്. ഈ ഫിനൈൽ ഐസോസൈനൈഡ് വളരെ പോയിസണസ് ആണ്. അത് കുറച്ചധികം ഉള്ളിൽ കയറിയാൽ നമുക്ക് ബോധമൊക്കെ പോകും. എല്ലാവർക്കും പോവില്ല, ബോധമുള്ളവരുടെ. അതുകൊണ്ട് പോയിസണസും ആണ്, ചിലപ്പോൾ ആസ്പത്രിയിൽ കൊണ്ടുവരും. അതുകൊണ്ട് ഈ ടെസ്റ്റ് കഴിയുന്നതും ചെയ്യേണ്ടെന്നാണ് നിങ്ങൾ പറയാറുള്ളൂ. ഈ അരോമാറ്റിക് പ്രൈമറി അമീനെന്ന് ബോധ്യപ്പെട്ടാൽ ഈ ടെസ്റ്റ് നിങ്ങൾ എഴുതി വെക്കാറുണ്ട് പതിവ്. ചെയ്തു കഴിഞ്ഞാൽ വളരെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ ലാബ് മുഴുവൻ അതിൻ്റെ സ്മെല്ല് പരക്കും. ഒരു ജാതി സ്മെല്ല്, തലയ്ക്ക് കുത്തി കയറുന്ന സ്മെല്ല. എന്താ പറയുക, ഈ H2S പോലുള്ള സ്മെല്ലൊന്നല്ല. H2S നമുക്കൊരു മടുപ്പിക്കുന്ന സ്മെല്ല. ഇത് ഒരു വളരെ ഷാർപ്പായിട്ടുള്ള, നമുക്ക് എന്താ പറയുക, ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പ്രത്യേക സ്മെല്ലത്. അത് എവിടെയെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം സ്മെല്ല് അറിയാം. പ്രത്യേക ക്യാരക്ടർ സ്മെല്ല. അടിച്ചു കയറും മൂക്കിൽ, പെട്ടെന്ന് തലവേദന എടുക്കും. കൂടുതൽ എക്സ്പോസ്ഡ് ആയാൽ തലകറക്കൊക്കെ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോധം പോകും. ആ ടെസ്റ്റ് നോക്കി, ഇതാണ് ഒരു ആലിഫാറ്റിക് പ്രൈമറി അമീനാണ് ഇത്. നമുക്ക് പിന്നെ ഈ ടെസ്റ്റ് ആവശ്യമില്ല, കാരണം ആലിഫാറ്റിക് പ്രൈമറി അമീൻ നമുക്കില്ല. ഒരു അരോമാറ്റിക് പ്രൈമറി അമീൻ, അനിലിൻ എന്ന് പറയുന്ന അരോമാറ്റിക് പ്രൈമറി അമീൻ ക്ലോറോഫോമും ആൽക്കഹോളിക് പൊട്ടാഷ്യായിട്ട് റിയാക്ട് ചെയ്താൽ ഇതാ ഫിനൈൽ ഐസോസൈനൈഡെന്നോ കാർബിലമിനോ എന്ന് വിളിക്കുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇവിടെ സിയും
ട്രിപ്പിൾ ബോണ്ട് N ആയിരുന്നെങ്കിൽ നമ്മളിതിനെ ഫിനൈൽ സയനൈഡ് എന്ന് വിളിക്കുക. ഇത് അതിൻ്റെ ഐസോമറാണ്, അതുകൊണ്ടാണ് നമ്മൾ ഫിനൈൽ ഐസോസൈനൈഡ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പേരാണ് കാർബിലമിൻ. മനസ്സിലായില്ലേ? ഈ കാർബിലമിനാണ് ഫൗൾ സ്മെല്ലുള്ളത്. മൂക്കിന് തുളച്ചു കയറുന്ന സ്മെല്ല, പോയിസൺസ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ഒരു പരിധി വിട്ട് എക്സ്പോസ്ഡ് ആയാൽ ബോധം പോകുന്നത് മാത്രമല്ല, ചിലപ്പോൾ മരണവും സംഭവിക്കാം. അതുകൊണ്ട് ഇത് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയാറ്. ഏകദേശം ഒരു അരമണിക്കൂറായി എന്ന് ഞാൻ വിചാരിക്കണേ. അതുകൊണ്ട് ഞാനിവിടെ തൽക്കാലം നിർത്താണ്. അപ്പം ഞാൻ ഈ ടെസ്റ്റുകളുടെ കെമിസ്ട്രി പറയാനുള്ളൊരു കാരണം മനസ്സിലായില്ല. ഈ തിയറി ഇപ്പം നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. കാരണം തിയറി പഠിക്കലാണ് ആവശ്യം. നിങ്ങളൊരു റഫ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ വേണം. ഓരോ ലാബിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും. കൊണ്ടുവരാത്തവരെ ഞാൻ ലാബിൽ കിടത്തില്ല. അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. കൃത്യമായിട്ട് പോയാലേ നിങ്ങൾ പൂർത്തിയാക്കുള്ളവർക്ക്. അത് എനിക്കറിയാം. അത് അനുഭവം ഗുരു. അതുകൊണ്ട് ഇതിൽ നിന്ന് വിട്ടുവീഴ്ച. അപ്പോൾ നിങ്ങളുടെ റഫ് റെക്കോർഡ് ഇപ്പോഴേ കളക്ട് ചെയ്യുക, നിങ്ങൾ മേടിക്കുക. ഇത്തിരി വലിയ നോട്ട്ബുക്ക് ആയിക്കോട്ടെ. എന്നിട്ട് ഈ പറഞ്ഞ ടെസ്റ്റുകൾ 3 കോളായിട്ട് എൻ്റെ കെമിസ്ട്രി ഉൾപ്പെടെ എഴുതി റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നൈട്രജൻ കോമ്പൗണ്ടുകൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല. നൈട്രജൻ കോമ്പൗണ്ടുകൾ ടെസ്റ്റ് ഒരു സെറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടെങ്കിൽ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടായിട്ടുള്ള ടെസ്റ്റ് കോമ്പൗണ്ടുകൾ ഏതൊക്കെ നിങ്ങൾക്കറിയാം. ഏതൊക്കെയാ? അമീനുകളാവാം, അമൈഡ് ആവാം, പിന്നെ ഏതാ നൈട്രോ കോമ്പൗണ്ട് ആവാം, ഡയമൈഡ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അനിലൈഡൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാകുന്ന പ്രധാനമായിട്ടും അമീനുകൾ, അമൈഡുകൾ, പിന്നെ ഏതാ നൈട്രോ കോമ്പൗണ്ട്. ഇത് 3 എൻ്റെ ഒരു ധാരണ. ഓക്കെ. അപ്പോൾ ഈ 3 നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ഞാനിപ്പോൾ അമീൻ്റെ ടെസ്റ്റുകളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ദിവസം എന്താ പറയുക, നൈട്രോ കോമ്പൗണ്ടുകളുടെ ടെസ്റ്റ്. അമൈഡിൻ്റെ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതാ? ആക്ഷൻ ഓഫ് എൻ എ വായിച്ചു, ഡൈലൂട്ട് എൻ എ വായിച്ചും കോൺസ്റ്റന്റ് എൻ എ വെച്ചുള്ള ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ അതിന് വേറെ ടെസ്റ്റുകളൊന്നുമില്ല അമൈഡിന്. പിന്നെ അമീൻ്റെ ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ കാണാനുള്ളത് ഏതാ? നൈട്രോ കോമ്പൗണ്ടുകളുടെ ടെസ്റ്റുകൾ. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും, പഠിക്കാനും ബുദ്ധിമുട്ടാണ്. ഇത് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞുള്ള 2 അവറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടായിട്ട് ഇതൊക്കെ ആദ്യമേ പറഞ്ഞു കൊടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യിക്കുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് പറ്റാറില്ല സാധാരണ ഈ ലാബ് നടക്കുന്ന ഇടയ്ക്ക് വെച്ച് ഫ്രീ അവറുകളിലോ ഫ്രീ ടൈമുകളിലോ നിങ്ങൾ വന്ന് കെമിസ്ട്രി പഠിപ്പിക്കുകയാണ് ചെയ്യാറ്, പറഞ്ഞു തരാണ് ചെയ്യാറ്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത്ര എഫക്റ്റീവ് ആവാറില്ല. ഇത്തവണ നമുക്ക് പഠിച്ചൊരുങ്ങി കെമിസ്ട്രി മനസ്സിലാക്കി ടെസ്റ്റ് ചെയ്യാൻ പോകാം. അത് കഴിഞ്ഞ് നിങ്ങൾ ടെസ്റ്റ് കാണിച്ചതിന് ശേഷം ചെയ്യിക്കുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നല്ലോണം വർക്കുണ്ട്. ഈ കെമിസ്ട്രി ഒക്കെ പഠിക്കണം, ടെസ്റ്റുകൾ എങ്ങനെ ചെയ്യുന്നത് പഠിക്കണം. മറന്നു പോകും. 2 or 3 വട്ടം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എഴുതി നോക്കുക ഓരോ ടെസ്റ്റും, അങ്ങനെ പഠിക്കുക. ഇത് ആദ്യത്തെ 1 or 2 പ്രാവശ്യം ഞാൻ ഇത് എളുപ്പത്തിൽ കടന്നു പോകാൻ നിങ്ങൾ വിചാരിക്കരുത്. കാരണം ആദ്യത്തെ 1 or 2 പ്രാവശ്യം ഇത് നിങ്ങൾ പുസ്തകം നോക്കി ചെയ്യാൻ ഞാൻ അനുവദിക്കും. 2 സാമ്പിൾ അനാലിസിസ് നമുക്കൊരു 8-10 ചെയ്യേണ്ടി വരും. സമയം കുറവാണെങ്കിൽ 8 ചെയ്യണം. സമയം ആവശ്യത്തിന് കിട്ടുകയാണെങ്കിൽ 10 തവണ 8 ആക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഞാൻ അതിൽ കുറയ്ക്കേണ്ടി വരുമെന്നും അറിയില്ല സമയത്തിനനുസരിച്ച്. എനിവേ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായല്ലോ. അപ്പോൾ 2 സാമ്പിള് നിങ്ങൾ പുസ്തകം നോക്കി നിങ്ങൾക്ക് ആദ്യത്തെ കോമ്പൗണ്ട് എല്ലാവരും കോമൺ കോമ്പൗണ്ടാണ് തരിക നിങ്ങൾക്ക് അനാലിസിസ് എളുപ്പത്തിന്. സാധാരണ കണ്ടിട്ടുള്ളതെന്ന് അറിയോ, എല്ലാവരും അങ്ങോട്ട് നോക്കും. എന്നിട്ട് ഒരാൾ ടെസ്റ്റ് കൊടുത്താൽ മറ്റവൻ ടെസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ മറ്റവൾ ടെസ്റ്റ് കൊടുക്കും. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് കൊടുക്കും. എന്നിട്ട് സ്പാറ്റിൽ ഒരാളെടുക്കും. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി സ്പാറ്റ് എടുക്കും. ഈ രീതിയിലാണ് ടെസ്റ്റ് ചെയ്യാറ്. എന്നിട്ട് കോമ്പൗണ്ട് കുറച്ച് കോരിയിടും, എല്ലാവരും കുറച്ച് മുമ്പ് എന്നിട്ട് അങ്ങോട്ട് നോക്കും. എന്നിട്ടാണ് ചിലപ്പോൾ ചൂടാക്കാനോ സോഡിയം ഡ്രോപ്സ് ഒഴിക്കാനൊക്കെ പോകും. ആശയം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യില്ല. അവരവൻ്റെ വർക്ക് അവനവൻ ചെയ്യാം. കൃത്യമായിട്ട് പഠിച്ചു പോയാൽ വളരെ സ്പീഡിൽ പെട്ടെന്ന് ഒരു ദിവസം 2-3 സാമ്പിളൊക്കെ ചെയ്യാൻ സമയമുണ്ട്. കാരണം 5 അവറാണ് ഉള്ളത് നമുക്ക്. അപ്പോൾ ആദ്യം ടെസ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. 2 സാമ്പിൾ കഴിഞ്ഞാൽ പിന്നെ ഈ ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ലാബിൽ കയറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ അപ്പോഴേക്ക് എത്തുള്ളൂ കേട്ടോ. കഴിഞ്ഞോണ്ടെങ്കിൽ കുറച്ച് പേര് പുറത്തായിരുന്നു. പക്ഷെ എന്നാൽ അവസാനമായപ്പോഴേക്കും അവർ പഠിച്ചെത്തിച്ചു. പിന്നെ അവർ സഹകരിക്കാൻ കണ്ടു കഴിഞ്ഞപ്പോഴും ഞാൻ അവർക്ക് 1-2 പേർക്ക് സാമ്പിൾ കുറവ് എക്സ്ട്രാ ഞാൻ ചെയ്ത് അവസാനിപ്പിച്ച് സമയം കൊടുത്ത് സൗകര്യപ്പെടുത്തി എക്സ്ട്രാ ക്ലാസ്സൊക്കെ ചെയ്ത് സമയം കൊടുത്തി അവരെ പരീക്ഷയ്ക്ക് കടത്തി വിട്ടു. മനസ്സിലായില്ലോ? അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ നിങ്ങൾ ഒന്നിനും സഹകരിക്കാത്തതാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ സഹകരണം പോലെയാണ് അധ്യാപകരായിട്ട് ഞങ്ങളുടെ സഹകരണം. ഓക്കെ, കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കാൻ ഇപ്പോഴേ ആരംഭിച്ചോളാം. ഞാൻ കൂടുതൽ പറയുന്ന നേരങ്ങൾ അതിനില്ല, നിർത്തട്ടെ.
ഓക്കെ, താങ്ക് യു വൺസ്.